തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് BJP ഭരിച്ചിരുന്ന കാലഘട്ടത്തെ അസൂയയോടെ നോക്കിക്കാണുകയാണ് ഇടതു വലത് മുന്നണികളെന്ന BJP അംഗവും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത സുകുമാരൻ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സ്മിത സുകുമാരൻ ഇക്കാര്യം പറഞ്ഞത്. തങ്ങൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയല്ലാതെ മറ്റൊന്നും തങ്ങളെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും സ്മിത സുകുമാരൻ പറഞ്ഞു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഭരണത്തെ താഴെയിറക്കാൻ കൈകോർത്തവർക്ക് ഒരു പുതിയ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പൊതുജനം മനസ്സിലാക്കുമെന്നും സ്മിത സുകുമാരൻ വ്യക്തമാക്കി. അങ്ങേയറ്റം നിരാശാജനകമായ ഈ ബഡ്ജറ്റിനെ തള്ളിക്കളയണമെന്നും സ്മിത സുകുമാരൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ നവീകരണം ഉൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ചു. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തികച്ചും അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തിരുവില്ലാമലക്കാരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ രണ്ട് മുന്നണികളും കൈകോർത്തുകൊണ്ട് കൃത്യമായി വളരെ കാര്യക്ഷമമായി ഭരണം മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ ഭരണസമിതിയെ താഴെ ഇറക്കാനുള്ള കൂട്ടുപിടിച്ചത്. വർഷങ്ങളായി, കഴിഞ്ഞ ഈ 5 വർഷമല്ലല്ലോ, ഇതിനു മുൻപേ തുടക്കത്തിലും 5 വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ. അപ്പോ ഈ LDF സർക്കാരും UDF സർക്കാരും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തില് 5 വർഷം അധികാരം കൈയാളിയിരുന്നില്ലേ? അന്നൊന്നും തിരുവണ്ണാമല ഗ്രാമപഞ്ചായത്തില് കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? മലേശമംഗലത്തായാലും മലവട്ടത്തായാലും കാലങ്ങളായി നിലനിൽക്കുന്ന കുടിവെള്ള പ്രശ്നമാണ്. ഇന്ന് തിരുവണ്ണാമല പഞ്ചായത്തിലേക്ക് സമരമുറകളുമായി മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതെന്തേ കണ്ടില്ല എന്ന് നടിച്ചു. സ്വന്തം പ്രവർത്തന സമയത്ത് അത് കൃത്യമായി പ്രവർത്തിക്കാതെ മറ്റുള്ള ഭരണസമിതികൾ കയറുമ്പോൾ അതിന്റെ അപാകത ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു രാഷ്ട്രീയപരമായി തന്നെ ഒരു നല്ല നിലപാടായി നമുക്ക് കണക്കാക്കാനാവില്ല.